ഇതെന്തത് ഡ്രാമയോ? എന്തിനാണ് ഇവിടെ ശരിക്കും കെട്ടിയോൻ സുധിയാണോ അതോ ഈ പ്രതീക്ഷയാണോ? എനിക്ക് ആനാണ്ടോ തോന്നുന്നത്. എന്താ പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. കരയത്തില്ല. ഇല്ലില്ല. നാളെ കാണാട്ടോ. ഓക്കേടാ നമ്മൾ വരാം. ഞാൻ 10 മണിയാകുമ്പോൾ വിളിക്കാം. ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ ആണ് രേണു കരഞ്ഞ് കൂടെയുള്ളവർ യാത്ര ചോദിച്ചത്. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഭർത്താവിന്റെ 2ാമത്തെ ചരമവാർഷികമാണ്. അപ്പോൾ ആണ്ടിനെ പെരേര വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് തങ്കക്കുറവേ നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കേട. ശ്രുതി ലയത്തിൽ വന്ന് അങ്ങനെ ഡാൻസ് കളിച്ച് പെരേരാന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊട്ടി ഇതാക്കുന്നുണ്ടായിരുന്നു. കഷ്ടം. അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. അവിടെ ചിരിച്ചു കളിച്ച് സ്വന്തം ഹസ്ബൻഡ് മരിച്ചതിന്റെ ചരമവാർഷികത്തിൽ വന്ന ഒരാൾ ഇങ്ങനെ കിടന്ന് കൂത്താടുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ചിരിച്ചു കളിച്ച് പാസ്സാക്കി വിടാൻ പറ്റുന്ന ഒരാൾക്ക് വളരെ മോശമായിപ്പോ. എന്ത് പോക്കതരമാണ്ടോ താനീ കാണിച്ച്? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. വേറെ ഏതോ ഒരു പെണ്ണിന്റെ കെട്ടിയോൻ കൂടെ അഭിനയിക്കുന്ന ആള് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കരച്ചിൽ തന്നെ എന്തിനാണ്? ഇവിടെ ശരിക്കും കെട്ടിയോൻ സുധിയാണോ അതോ ഈ പ്രതീക്ഷയാണോ? എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ആനാണ്ടോ തോന്നുന്നത്. ഇതെന്തത് ഡ്രാമയോ? അഭിനയിക്കാൻ ഇങ്ങനെ പോകാൻ പറയുമ്പോ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ അഭിനയിക്കുമായിരിക്കില്ലക്ക. എനിക്കറിയാൻ എനിക്ക് ഞാൻ കണ്ടപ്പോ തന്നെ അല്ല ഇവിടെ ആരപ്പോ കെട്ടിയോൻ? സുധിയാണോ പ്രതീക്ഷയാണോ? ഇതങ്ങനെയല്ലല്ലോ. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ.